ഇവിടെ ജനങ്ങളുടെ മുന്നിൽ LDF നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ സാധിച്ചു എന്നതിനെക്കുറിച്ച് പരിശോധിക്കാൻ വിവിധ അവസരങ്ങൾ ലഭ്യമായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിയ തീർത്തും നൂതനമായ ഒരു പരിപാടിയായിരുന്നു. നമ്മുടെ രാജ്യത്ത് എവിടെയും നടപ്പാക്കാത്ത, പാർലമെൻ്ററി ജനാധിപത്യം നിലനിൽക്കുന്ന ലോകരാഷ്ട്രങ്ങൾ എവിടെയെങ്കിലും നടപ്പാക്കിയെന്ന് നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു പരിപാടി LDF ഇവിടെ നടപ്പാക്കി. അതായിരുന്നു LDF സർക്കാർ ഓരോ വർഷവും അവതരിപ്പിച്ച പ്രോഗ്രസ് റിപ്പോർട്ട്. ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ആ വർഷം എത്ര കണ്ട് കാര്യങ്ങൾ നിറവേറ്റാനായി, LDF നൽകിയ വാഗ്ദാനങ്ങളിൽ എത്ര കണ്ട് പാലിക്കാനായി, ഇത് ജനങ്ങൾക്ക് പൂർണ്ണമായും വിലയിരുത്താനുള്ള അവസരമായി. അങ്ങനെ ആ അവസരം ഓരോ വർഷവും ലഭിച്ച ജനങ്ങൾ 2021 ആ സർക്കാരിൻ്റെ 5ാമത്തെ വർഷം എത്തിയപ്പോൾ കണ്ടത്, മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളിൽ 600-ൽ വിരലിലെണ്ണാവുന്നവയൊഴിച്ച് ബാക്കിയെല്ലാം നടപ്പാക്കി എന്നതായിരുന്നു. അത് ജനങ്ങൾ പൂർണ്ണ മനസ്സോടെ അംഗീകരിച്ചു. അതിൻ്റെ ഭാഗമായാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമീപകാല ചരിത്രം തിരുത്തിക്കൊണ്ട് LDFന് തുടർഭരണം സമ്മാനിക്കാൻ ജനങ്ങൾ നിശ്ചയിച്ചു. അതൊരു യാദൃശ്ചികതയല്ല. നേരത്തെ ഉള്ളതിനേക്കാളും കൂടുതൽ സീറ്റുകൾ LDFന് 99 സീറ്റുകൾ സമ്മാനിച്ചുകൊണ്ടാണ് ജനങ്ങൾ LDFനെ തുടർഭരണം ഏൽപ്പിച്ചത്. ഇത് നമ്മുടെ നാടിൻ്റെ ആ 5 വർഷക്കാലത്തെ അനുഭവമാണ്. അക്കാലത്തെ ഓരോ മേഖലയുടെയും പ്രശ്നങ്ങളിലേക്ക് വിശദമായി പോകുന്നില്ല. എങ്കിലും ചിലത് പറയാതെ പോകുന്നത് ശരിയല്ല എന്ന് കരുതുകയുമാണ്. അതിലൊന്ന് നേരത്തെ പറഞ്ഞ നാഷണൽ ഹൈവേയുടെ പ്രശ്നമാണ്. നാഷണൽ ഹൈവേ നമ്മുടെ നാട്ടിൽ വികസനം നടക്കില്ല എന്ന് ഏറെക്കുറെ എല്ലാവരും ഉറപ്പിക്കുന്ന നിലയാണുണ്ടായത്. കാരണം നടപ്പാക്കാൻ ബാധ്യപ്പെട്ട നാഷണൽ ഹൈവേ അതോറിറ്റി മനംമടുത്ത് നാട് വിട്ടു പോകുന്ന സാഹചര്യം സ്വീകരിച്ചു, ഇവിടം വിട്ടുപോയി. 2016-ൽ LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അവരെ തിരിച്ചു വിളിച്ചു. നമ്മൾ വളരെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിൽ ചെയ്യാനില്ല. ആകെ ചെയ്യാനുള്ളത് നാഷണൽ ഹൈവേക്ക് ആവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കലാണ്. അത് സംസ്ഥാന സർക്കാരാണ് ചെയ്യേണ്ടത്. സംസ്ഥാന സർക്കാരാണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ഒരു പൈ സംസ്ഥാന സർക്കാരിൻ്റെ ചെലവിൽ വരുന്നില്ല. എല്ലാ പൈസയും നാഷണൽ ഹൈവേ അതോറിറ്റി നൽകുന്നതാണ്. ഭൂമി ഏറ്റെടുക്കുന്ന പൈസയടക്കം ഏറ്റെടുത്ത് കൊടുക്കുക എന്നതാണ് സംസ്ഥാന സർക്കാർ നിർവഹിക്കേണ്ടത്. നിർഭാഗ്യവശാൽ അത്തരമൊരു കാര്യം നിർവഹിക്കാൻ
കേരളം തയ്യാറായില്ല. നമ്മുടെ നാട്ടിൽ ധാരാളം താർക്കിക വിദഗ്ധന്മാരുള്ളതുകൊണ്ട് അവർ ചില കണക്കുകൾ അവതരിപ്പിക്കുകയായിരുന്നു. ഒരു ബസ്സിന് പോകാൻ ഇത്ര വീതിയാണ് വേണ്ടത്, അങ്ങനെ 2 ബസ് പോകണമെങ്കിൽ ഇത്ര വീതി, ആ വീതിയിലപ്പുറം എന്തിനാണ് റോഡിന് സ്ഥലമെടുക്കേണ്ടത്? ഇങ്ങനെയെല്ലാമുള്ള കണക്കുകൾ ആ കാലത്ത് ചിലർ അവതരിപ്പിച്ചു. ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നാടിൻ്റെ വികസനത്തിലൂന്നി നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ തയ്യാറാകേണ്ടത് സംസ്ഥാന സർക്കാരാണ്. പക്ഷേ ആ വാദഗതിക്കാരുടെ കൂടെ സർക്കാരും അണിചേരുന്നതാണ് കണ്ടത്. ഏറ്റവും ഒടുവിൽ ആ ഗവൺമെൻറ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു യോഗം വിളിച്ചു. എത്ര വീതിയിലാണ് സ്ഥലം എടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ. ആ യോഗം ഏകണ്ഠമായി തീരുമാനിക്കുകയാണ് 45 മീറ്റർ വീതിയിൽ സ്ഥലമെടുക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ കേരളം ഒരേ ശബ്ദത്തിൽ ഗവൺമെൻറ് അധികാരപ്പെടുത്തുന്നു 45 മീറ്റർ വീതിയിൽ സ്ഥലമെടുക്കുക. എന്ത് സംഭവിച്ചു? ഒരു ചുക്കും സംഭവിച്ചില്ല. 1 ഇഞ്ച് സ്ഥലം എടുക്കാൻ തയ്യാറായില്ല. കാരണം ഒന്നിച്ചിരിക്കുന്ന ചിലർ അതിനെ എതിർത്തു. അപ്പോൾ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടെന്ന് വെച്ചു.